എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേർത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ എന്താ രാവിലെ പാട്ടൊക്കെ? മീശമാധവൻ സിനിമ ഓർമ്മയില്ലേ? പിന്നെ ഭയങ്കര ഹിറ്റ് അല്ലായിരുന്നു, ഒന്നും പറയണ്ടല്ലേ. ആ സമയത്ത് ഈ മീശമാധവൻ ഭയങ്കരമായിട്ട് പരസ്യം ചെയ്തിട്ടുള്ള പടമാണ്. എൻ്റെ ഒരു തോന്നൽ ശരിയാണെങ്കിൽ മീശമാധവനാണ് ഏറ്റവും കൂടുതൽ കാശ് പിടിച്ച ഒരു സിനിമ. വമ്പൻ ഹിറ്റായിരുന്നു, അതിലെ പാട്ടുകൾ ഹിറ്റായിരുന്നു. മീശമാധവൻ ഭയങ്കര ഹിറ്റായിരുന്നു. മീശമാധവൻ്റെ പ്രണയം, മീശമാധവന് നാട്ടുകാരോടുള്ള ഒരു സ്നേഹം, തിരിച്ചിട്ടുള്ള അല്ലേ, കള്ളം മാധവൻ കെട്ടതൊന്നും ഈ ചേക്ക് വിട്ടിട്ട് പോയിട്ടില്ല എന്നുള്ള മാധവൻ്റെ ഡയലോഗ്, അങ്ങനെ ഭയങ്കര ഒരു ഹിറ്റ് സിനിമയായിരുന്നു. ആ സിനിമയിൽ എല്ലാവരും വിജയിക്കുമ്പോൾ തോക്കുന്ന ആളെന്ന് പറയുന്നത് വില്ലൻ ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിലും ബേസിക് വില്ലൻ എന്ന് പറയുന്നത് കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ളയാണ്. ഭഗീരഥൻ പിള്ള തോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒന്ന് കോമ്പറ്റീറ്ററെ കുറിച്ചിട്ടുള്ള ഒരു ധാരണക്കുറവ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റർ അറിയുക എന്നുള്ള കാര്യം ഭഗീരഥൻ പിള്ള വളരെ മോശമായിരുന്നു ആ കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം, ഭഗീരഥൻ പിള്ളയുടെ ലൈഫ് വളരെ സെറ്റിൽഡ് ആയിട്ട് പോകുന്നൊരു ലൈഫാണ്. അദ്ദേഹം പ്രേമിച്ചിട്ടൊക്കെയാണ് നായികയുടെ അമ്മയെ കല്യാണം കഴിക്കുന്നതെന്ന് പ്രതിപാദിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രണയത്തിനെതിരെ നിൽക്കുകയും കള്ളം മാധവനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിലും ഇങ്ങനൊരു കാര്യം ഉണ്ടാവാറുണ്ട്. നമ്മളുടെ ബിസിനസ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, നമുക്ക് നല്ല പ്രോഫിറ്റും നമ്മുടെ നല്ല റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ബിസിനസ്സുകാർ നന്നായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ, അവനെ ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകെ നടക്കുന്ന ഒരു പ്രാക്ടീസ് പലരും ചെയ്യാറുണ്ട്. അത് ബേസിക്കലി നമ്മുടെ തന്നെ കുഴി തോണ്ടുന്നൊരു പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ തന്നെ കുറേ എടുത്ത് നമ്മുടെ കാലിലിട്ട് നമ്മളെ ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുക, കോമ്പറ്റീറ്ററെ കുറിച്ച് ആലോചിക്കുക, അതും നല്ല രീതിയിൽ. അവർക്കെതിരെ പണി കൊടുക്കുക, അവരെ നശിപ്പിക്കുക തുടങ്ങിയ തോട്ട് പ്രോസസ്സുകൾ വരുമ്പോൾ അത് സ്വന്തം ബിസിനസ്സിനെ തന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് നമ്മളൊരു ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് പോവുക, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇന്നല്ലെങ്കിൽ നാളെ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ബി ഇൻ എ very smart and healthy competition.